വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിലൂടെ ലീഡ്സും അതിലൂടെ നമുക്ക് ക്വാളിഫൈഡ് കസ്റ്റമേഴ്സിന് ലഭ്യമാവുന്നു അല്ലേ. അതിനുശേഷമാണ് നാം ഓരോരുത്തരും ഓരോ പ്രപ്പോസൽ കൊടുക്കാറുള്ളത്. പലപ്പോഴും ഒരുപാട് പ്രപ്പോസൽ കൊടുക്കെങ്കിലും പലതും നമുക്ക് കൺവേർട്ടായി ലഭിക്കാറില്ല എന്നുള്ളതാണ്. ആ പ്രപ്പോസലിനെ എങ്ങനെയാണ് നാം ഓരോരുത്തരും ഫോളോ അപ്പ് ചെയ്യേണ്ടത്? പലപ്പോഴും നാം ചെയ്യാറുള്ളത് സാറേ എന്തായി എന്നൊരു ചോദ്യങ്ങളായിരുന്നു. കഴിഞ്ഞ മാസം ഒരു പ്രപ്പോസൽ തന്നിരുന്നു, എന്തായി, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തോ, എന്തെങ്കിലും ഡിസിഷൻ എടുത്തോ, എന്തിത്യാദി ചോദ്യങ്ങളാണ് പലപ്പോഴും നാം ഓരോരുത്തരും തന്നെ ചെയ്യാറുള്ളത് അല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ നാം വിൽക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നാം ഓരോരുത്തരും നടത്തേണ്ടത്. നാം ചെയ്യേണ്ടത്, നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ക്വാളിഫൈഡ് ലീഡ്സുകൾ വെറും ഒരു നമ്പറല്ല എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒരുപാട് മനുഷ്യരെയാണ്. ആ മനുഷ്യർക്ക് ഒരുപാട് പ്രോബ്ലംസും അതുപോലെ തന്നെ വാൺസും നീഡ്സും ഉണ്ട്. അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ നീഡ്സിനെ എല്ലാം തന്നെ നമുക്ക് അതിനു വേണ്ടുന്ന സൊല്യൂഷനായിരിക്കും നാം കൊടുക്കേണ്ടത്. അതിന് വേണ്ടുന്ന സൊല്യൂഷൻ നാം നൽകുന്ന പക്ഷം തീർച്ചയായിട്ടും ആ ഒരു ഫോളോ പിൽക്കാലത്ത് കൺവേർട്ടായി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുവാനുള്ള സാധ്യതകളെ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളല്ല ആയിട്ടല്ല നടത്തേണ്ടത്. അതിനപ്പുറത്ത് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനുകൾ നാം വാല്യുബിളായിട്ടുള്ള സൊല്യൂഷനുകൾ നാം നൽകിക്കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് വിൽക്കുവാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.